ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ വേറൊരു വീഡിയോ കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് നമ്മളിപ്പോൾ നിലവിൽ നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് തോന്നി പറയണമെന്ന് തോന്നി. നിലവിൽ നമുക്ക് എലക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയൊരു 5 വർഷത്തേക്ക് നമ്മൾ വിചാരിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങൾ നടത്തി തരുന്ന അല്ലെങ്കിൽ നടത്തി തരാത്ത കുറേ ആളുകളെ കയറ്റിയിരുത്തുന്നതിന് മുമ്പ് ആളുകളൊന്ന് ചിന്തിച്ച് ചില കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്കിനി കുറച്ച് നാളത്തേക്കെങ്കിലും അല്ലെങ്കിൽ അടുത്ത കുറച്ച് നാളത്തേക്ക് ചില കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന സമയമാണിപ്പോൾ. അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതാണ്. അപ്പം വേറെ ഒന്നുമല്ല, ഇലക്ഷനെ പറ്റി തന്നെയാണ് പറയുന്നത്. നമുക്ക് ഇലക്ഷൻ വരികയാണ്. നമുക്ക് ഒരുപാട് പാർട്ടികളുണ്ട്. എത്ര പാർട്ടികളുണ്ടെന്ന് നമുക്ക് തന്നെ പലർക്കും അറിയില്ല. ഈ പാർട്ടികളൊക്കെ കൊണ്ട് രാഷ്ട്രത്തെ ഉയർത്താനോ അല്ലെങ്കിൽ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാനോ ഒക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ജനാധിപത്യ ഒരു വ്യവസ്ഥിതി പിന്തുടരുന്ന നമ്മുടെ നാട്ടിൽ ഓരോ തവണയും ആളുകളാണ്, അതായത് വോട്ട് ചെയ്യുന്ന വോട്ടേഴ്സാണ് വിഡ്ഢികളാകുന്നത്, ജനങ്ങളാണ് വിഡ്ഢികളാകുന്നത്. കാരണം അവർ തരുന്ന അഭ്യർത്ഥന പ്രകടനം അല്ലെങ്കിൽ അവരുടെ നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന രീതിയൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ മാറി മാറി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പുതിയ പാർട്ടികൾ പൊട്ടിമുളച്ചും അവിടെ നിന്ന് ഭിന്നിപ്പ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിച്ചേരൽ, ഇതൊക്കെ നടക്കുന്നുണ്ട്. അതായത് കുറേ പേര് അതിൽ നിന്ന് മാറി മറ്റൊരു പക്ഷം ചേരുന്നതും അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതിലൊക്കെ ജനങ്ങൾക്ക് എന്ത് നേട്ടം ഉണ്ടാകുന്നുണ്ടെന്ന് ചിന്തിക്കുന്നില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ഷനെങ്കിലും നമ്മൾ ആലോചിച്ച് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുക. ആലോചിക്കുന്നുണ്ട് എല്ലാവരും, പക്ഷേ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസിൽ വീഴുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും ഓഫർ വയ്ക്കും, ഇന്നത് നിങ്ങൾക്ക് ചെയ്തു തരാം ഇത്തവണ. കൂടുതൽ വോട്ടുള്ള വീട്ടിലൊക്കെ ചിലപ്പോൾ അവർ ആ വോട്ട് മൊത്തം കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യുമായിരിക്കും. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് നമ്മൾ ആലോചിക്കുന്നത്, നമ്മളുടെ അപ്പപ്പോഴത്തെ ആവശ്യം നടത്താനുള്ളതല്ല അതിനുള്ളൊരു ഉപാധി, അതിന് പകരം കൊടുക്കാനുള്ളതല്ല ഒരു വോട്ടെന്ന് പറയുന്നത്. ആ ഒരു വോട്ട് തന്നെയാണ് നമ്മുടെ അടുത്ത കുറേ നാളുകൾ തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിന്തിച്ച് നോക്കുക, നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അന്നം കിട്ടാത്തതുണ്ടോ, അല്ലെങ്കിൽ വീടില്ലാത്തതുണ്ടോ, നിലവിൽ റേഷൻ കാർഡ് പോലും ഇല്ലാത്തത്, അല്ലെങ്കിൽ അവർക്കൊരു ഗവൺമെൻറ് നൽകുന്ന അരി വാങ്ങിച്ച് തിന്നാൻ പറ്റാത്തവർ ഉണ്ടെന്നുള്ള സാഹചര്യമാണോ ഇപ്പോഴും? പിന്നെ നീലക്കാർഡ്, വെള്ളക്കാർഡ് അങ്ങനെയൊക്കെ ആയിട്ട് വേർതിരിവുകൾ വന്നിരിക്കുന്നു. പക്ഷേ ആക്ച്വലി ഇത് ചെയ്തിരിക്കുന്നത് എല്ലാം സത്യസന്ധമായിട്ടാണോ? ഇപ്പോൾ നിയമപരം അല്ലാത്തവർ വെള്ളക്കാർഡും നീലക്കാർഡൊക്കെ മിസ്യൂസ് ചെയ്യുന്നത്, അതായത് മഞ്ഞ ഇത് എന്താ പറയുക, പിങ്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ കാർഡുകൾ ഇതാക്കി. പക്ഷേ അർഹതപ്പെട്ടവർ തന്നെയാണ് ഇതൊക്കെ എടുത്തേക്കുന്നതെന്ന് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചിന്തിക്കുകയല്ല, ചുറ്റുമുള്ളവരിലേക്കൊന്ന് കണ്ണോടിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിൽ ഏറ്റവും കൂടുതൽ വരുമാനമൊക്കെ ഉള്ളവർ സാധാ എന്താ പറയുക കാർഡിൽ തന്നെ കിടക്കുന്നു. അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയുള്ളവർ, ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ കാർഡ് എടുക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ്, അതേപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ജോലി എന്താണോ അതിനനുസരിച്ച് നമ്മുടെ വീടിൻ്റെ ഇതൊക്കെ നോക്കിയിട്ടാണ്. അതായത് ഒരു 2 സ്റ്റോറീഡ് വീടുള്ള ആൾ ഞാൻ ദരിദ്രനാണെന്നുള്ള രീതിയിൽ വരേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ 3-4 പേര് വീട്ടിൽ ജോലി ചെയ്യുന്നവർ ഉള്ളപ്പോൾ അതിൽ ഗവൺമെൻറ് സർവീസിൽ തന്നെ ചിലപ്പോൾ 2 പേരുണ്ടാവും. എന്നിട്ട് പോലും ആളുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് സർവീസിലുള്ളവരുടെ പേരൊന്നും റേഷൻ കാർഡിലില്ലായിരിക്കും. എന്നുവെച്ചാൽ അതൊരു ബുദ്ധിപരമായ നീക്കമാണ്. കാരണം അവരെ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ അരി കിട്ടുന്ന അളവ് കുറയും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അതേ സമയം റേഷൻ കാർഡ് അനുവദിച്ച് കൊടുക്കുമ്പോൾ ഇതൊക്കെ അന്വേഷിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്. അത് കൃത്യമായിട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ഒരു കാർഡ് എടുക്കാനുള്ള ഒരു സാധ്യത തന്നെ വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ഒരുപാട് നിയമം വേറെ നിൽക്കുന്നു, പ്രവൃത്തി വേറെ നിൽക്കുന്നു. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതിനൊക്കെ എതിരെ പ്രതികരിക്കും.
ഇനി നാളെ ഒരിക്കലും നമ്മൾ തമിഴ്നാടിനെയൊക്കെ പോലെ വെള്ളത്തിന് വേണ്ടി വരെ വല്ല സംസ്ഥാനങ്ങളെയും ഇപ്പം തന്നെ ഭക്ഷ്യവസ്തുക്കൾ എല്ലാം നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇല്ല, അതൊക്കെ അന്യ സംസ്ഥാനത്തു നിന്ന് വരുത്തേണ്ട ഗതിയാണ്. അപ്പം നമ്മുടെ നാട്ടിലുള്ളത് മണ്ണ് തന്നെയല്ലേ, നമ്മുടെ നാട്ടിലും കൃഷിയില്ലേ? ഇതൊക്കെ കർഷകൻ്റെ കുറേ പരാതികൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അവർക്ക് അതിനുള്ള കൂലി കിട്ടുന്നില്ല, അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കാൻ വിപണിയില്ല. അപ്പോൾ അതിനൊക്കെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ അധികാരികൾ ശ്രമിക്കുന്നില്ല. ഇനി ഇവരെ മുൻകൈ എടുത്ത് ചെയ്താലോ അവർക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ ഒരു സാമ്പത്തികമായിട്ടൊക്കെ അവർക്ക് തടസ്സങ്ങൾ വരുന്നു. അപ്പോൾ ഇത് മാറ്റം വരുത്താനായിട്ട് നമ്മൾ ഒരു വീട്ടിലിരുന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളൊന്നുമല്ല. സമൂഹത്തിലേക്ക് ഇറങ്ങി ഒച്ച ഉയർത്തി പറയാൻ, പ്രതികരിക്കാൻ പറ്റണം. അതുപോലെ തന്നെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഒരു മനസ്സുണ്ടാകണം. കുറേ ആൾക്കാർക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേക്കൊക്കെ ജോലിക്ക് പോയി അവരവരുടെ കുടുംബം സംരക്ഷിക്കുന്നുണ്ട്, പക്ഷെ അതേസമയം നാടുമായിട്ടുള്ള യാതൊരു ഇതും അവരുടെയൊന്നും വാങ്ങിക്കുന്നില്ലേ നമ്മൾ ടാക്സായിട്ട്. അതായത് അവരുടെ നാട്ടിലേക്ക് പണം അയക്കുന്നതിന് ടാക്സായിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അവർ പണി ചെയ്യുന്ന നാട്ടിലും കൊടുക്കുന്നുണ്ട്, അവരുടെ ഗവൺമെൻറ് ഒരു നിശ്ചിത തുക പിടിക്കുന്നുണ്ട് എല്ലാവരുടെയും. അപ്പോൾ അവർ പണിയെടുക്കുന്നതിന് ആ നാടിനും കൊടുക്കുന്നു, ഈ നാടിനും കൊടുക്കുന്നു. എന്നിട്ട് പോലും ഇവരൊക്കെ തിരിച്ചു വരുമ്പോൾ യാതൊരു സഹായവും ചെയ്തു കൊടുക്കുന്നില്ല. തിരിച്ചു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി സാധ്യതകളുണ്ടോ നമ്മുടെ നാട്ടിൽ? വീണ്ടും പുറത്തേക്ക് തന്നെ പോകാനുള്ള ആലോചനയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക ആളുകൾ.